തിരുവനന്തപുരം പിരപ്പൻകോട് കണ്ടെത്തിയ കാട്ടുപോത്തിനെ വനം വകുപ്പ് മയക്ക് വെടിവെച്ച് ലോറിയിൽ കയറ്റി ഇന്നലെയാണ് തോന്നയ്ക്കൽ ടെക്നോസിറ്റിക്ക് സമീപം കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ ആ പ്രദേശത്തെ ഒന്നാകെ മുൾമുനയിലും ആശങ്കയിലുമാക്കിയ സമയങ്ങളായിരുന്നു. പിന്നീട് നടന്ന ദൗത്യം എങ്ങനെ, ഇപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കാട്ടുപോത്തിനെ? പ്രജീഷ്, 2 ദിവസം മുൻപാണ് വൈകുന്നേരം 6:30 കൂടി ഈ കഴക്കൂട്ടം മംഗലപുരത്തിന് സമീപമുള്ള ടെക്നോസിറ്റിക്കകത്ത് അവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ കുട്ടികളും ഇത്തരത്തിലൊരു കാട്ടുപോത്തിനെ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇത് കാട്ടുപോത്താണോ അതോ ആരെങ്കിലും വളർത്തുന്ന പോത്ത് വഴിതെറ്റിയത് എത്തിയതാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ദിവസം രാവിലെയോട് കൂടി ഫോറസ്റ്റ് അധികൃതർ എത്തിയത് കാട്ടുപോത്താണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ കാട്ടുപോത്തിനെ മയക്ക് വെടിവെക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി അവിടെ നിന്ന് ഈ കാട്ടുപോത്തിനെ കാണാതാവുന്നത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി അവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഇപ്പുറം പിരപ്പൻകോടിന് സമീപം ഈ കാട്ടുപോത്തിനെ ഇന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിനുള്ളിൽ കാണുന്നത്. ഉടൻ തന്നെ അവിടെ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമും അതുപോലെ ഫോറസ്റ്റ് അധികൃതരും പോലീസും ഒക്കെ തന്നെ എത്തിക്കൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുന്നു. അപ്പോഴാണ് ഷിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭൂമിക്കകത്ത് ഈ കാട്ടുപോത്തിൻ്റെ കൊമ്പ് കാണുന്നത്. ഈ പുല്ലുകൾക്കിടയിൽ ഒളിച്ചു കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൊമ്പ് കാണുന്നത്. ഇതിന് പിന്നാലെ അവിടെ എത്തി ഇതിനെ മയക്ക് വെടിവെക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ട്. പക്ഷേ ഈ മയക്ക് വെടി ഏറ്റിട്ടും ഈ ഒരു കാട്ടുപോത്ത് ഏകദേശം 5 കിലോമീറ്ററോളം ഓടിയതിനു ശേഷമാണ് ഈ പിരപ്പൻകോടിന് സമീപത്തുള്ള ഏല എന്ന് പറയുന്ന, അതായത് തെന്നൂർ ഏല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വന്ന് ഈ വയലിൽ വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും ഈ കാട്ടുപോത്ത് അവിടെ നിന്ന് എണീറ്റ് ഓടുന്നതിനുള്ള ശ്രമമുണ്ടായി. അപ്പോഴാണ് വീണ്ടും രണ്ടാമത് മയക്ക് വെടി, അതായത് തേക്കടിയിൽ നിന്നുള്ള സംഘമാണ് ഇന്നലെയോടുകൂടി പുറപ്പെട്ട് ഇന്ന് രാവിലെ എത്തി ഈ ഒരു കാട്ടുപോത്തിനെ മയക്ക് വെടിവെച്ചത്. ഇതിനുശേഷമാണ് ഏകദേശം 2 മണിക്കൂറോളം എടുത്ത ഒരു ശ്രമത്തിന് ശേഷമാണ് ഈ ഒരു കാട്ടുപോത്തിനെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാൻ സാധിച്ചത്. ഈ കാട്ടുപോത്തിനെ ആദ്യം മയക്ക് വെടിവെച്ചതിന് ശേഷം ഇതിൻ്റെ കാലുകളൊക്കെ തന്നെ ബന്ധിച്ച് വലയ്ക്കുള്ളിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും ഈ കാട്ടുപോത്ത് ഈ കെട്ടുകളൊക്കെ തന്നെ അഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെയാണ് ഈ കാട്ടുപോത്തിനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഏകദേശം 200 മീറ്ററോളം മാറിയ റോഡിൽ ഉണ്ടായിരുന്ന ലോറിയിലേക്ക് കയറ്റാനായിട്ടുള്ള ഒരു അവസരമുണ്ടായത്. പിന്നീട് ഈ ലോറി, അതായത് ഇപ്പോൾ DFO നമ്മോട് പ്രതികരിച്ച ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാട്ടുപോത്തിനെ ആദ്യം കൊണ്ടുപോകുന്നത് പാലോട് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഓഫീസിലേക്കായിരിക്കും. അവിടെ ഈ കാട്ടുപോത്തിനെ നിരീക്ഷണത്തിലൊക്കെ, കാര്യം 2 മയക്ക് വെടി ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതിനെ ലോറിയിലേക്ക് കയറ്റുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇത് ഓടാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ വീണ്ടും ഇതിനെ മയക്ക് കുത്തിവെക്കുന്ന ഒരു അവസ്ഥയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് ഇതിനെ പാലോട് ഫോറസ്റ്റ് ഓഫീസിൽ ഇതിന് നിരീക്ഷണത്തിൽ വയ്ക്കും. അതിനുശേഷമായിരിക്കും ഇതിനെ എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആദ്യഘട്ടത്തിൽ 3 സ്ഥലങ്ങൾക്കാണ് ഇപ്പോൾ ഇവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പാലോട് ഫോറസ്റ്റിന് സമീപമുള്ള പാലോട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്ഥലം, രണ്ടാമത് പേപ്പാറ, മൂന്നാമത് നെയ്യാർ. അതായത് ഈ ഒരു 3 സ്ഥലങ്ങളിലും ഈ കാട്ടുപോത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നിരീക്ഷണത്തിൽ വച്ച് ഇതിൻ്റെ ആരോഗ്യസ്ഥിതി കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യും. എന്തായാലും ഈ കാട്ടുപോത്തൊക്കെ തന്നെ ഇപ്പോൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി ഏറ്റവും ഒടുവിൽ IT നഗരമായി ടെക്നോസിറ്റിക്കുള്ളിൽ തന്നെ എത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി വളരെയധികം പരിഭ്രാന്തിയിലായിരുന്നു. പ്രജീഷ്, ജിബിൻ, ഈ സഞ്ചാരപാതയും എവിടെ നിന്ന് എത്തി എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഇവിടേക്ക് എത്താനുള്ള മറ്റ് സാധ്യതകളൊന്നുമില്ല, അങ്ങനെ പല പല അഭ്യൂഹങ്ങളായിരുന്നു. ആശങ്കകൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ പോകുന്ന സമയത്തൊക്കെ
അതൊരു ആശങ്കയായി മാറി. നഗരപ്രദേശത്തേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എന്താണ് ഇത് സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ നൽകുന്നത് വനം വകുപ്പ്? പ്രജീഷ്, ഈ കാട്ടുപോത്തിനെ 2 ദിവസം മുൻപ് വൈകുന്നേരം 6:30 കൂടിയാണ് ഈ ടെക്നോ സിറ്റി ക്യാമ്പസിനകത്ത് വെച്ച്, അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് വെച്ച് ഈ കാട്ടുപോത്തിനെ കാണുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ സമീപത്ത് ഈ ടെക്നോ സിറ്റി ക്യാമ്പസ് ഡിജിറ്റൽ ക്യാമ്പസിന് സമീപത്ത് ഒരു വീട്ടിൽ നിന്ന് 3 മാസങ്ങൾക്ക് മുൻപ് ഒരു വളർത്തുപോത്തിനെ കാണാതാകുകയുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാരൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നത് ഇത് ഈ പോത്താണോ എന്നുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ നാട്ടുകാരൊക്കെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നത്. പിന്നീട് ഫോറസ്റ്റ് അധികൃതർ കൂടി എത്തിയതിനു ശേഷമാണ് ഇത് കാട്ടുപോത്താണ് എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ആദ്യഘട്ടത്തിൽ ഈ നാട്ടുകാരൊക്കെ തന്നെ സംശയം പ്രകടിപ്പിക്കാനുള്ള കാരണം ഏകദേശം മലയോര മേഖലയിൽ നിന്ന്, അതായത് ഈ പാലോട് വിതുര ആ ഒരു മേഖലയിൽ നിന്നൊക്കെ ഏകദേശം 30-40 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു കഴക്കൂട്ടം എന്ന് പറയുന്ന പ്രദേശം. കഴക്കൂട്ടത്തിന് സമീപമുള്ള മംഗലപുരം എന്ന് പറയുമ്പോൾ ഇതിന് പിന്നാലെ, അതായത് ഈ മംഗലപുരത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ കടലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കാട്ടുപോത്ത് ഇവിടേക്ക് എത്തിയത് എന്നുള്ള ഒരു കാര്യമാണ് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിച്ചത്. അതിനുള്ള ഉത്തരവും കൂടി ഇന്ന് ഫോറസ്റ്റ് അധികൃതർ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പാലോട് വിതുര മേഖലകളിൽ നിന്നൊക്കെ കാട്ടുപോത്തുകൾ വനത്തിനുള്ളിൽ നിന്നിറങ്ങി ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാട്ടുപോത്തിൻ്റെ ആക്രമണവും പല പ്രദേശങ്ങളിലും നമ്മൾ തന്നെ നേരത്തെ വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മുമ്പ് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങിയ കാട്ടുപോത്തുകൾ തിരിച്ച് വനത്തിനുള്ളിലേക്ക് കയറാതെ നാട്ടിലെവിടെയോ തന്നെ തമ്പടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഫോറസ്റ്റ് അധികൃതർ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാലോട് ഫോറസ്റ്റ് റേഞ്ചിൽ നിന്ന് ഇറങ്ങിയ കാട്ടുപോത്തുകൾ തന്നെയായിരിക്കണം പാലോട് വഴി പിന്നീട് അവിടെ നിന്ന് ഈ പോത്തൻകോട് വഴിയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് തേമ്പാമൂട് ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് കൂടി കയറി കഴിഞ്ഞാൽ ഇന്ന് ഈ പോത്തിനെ ഏറ്റവും ഒടുവിൽ വെടിവെച്ച ഈ ഒരു സ്ഥലത്തേക്ക് മയക്ക് വെടിവെച്ച് വീഴ്ത്തിയ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തുന്നതിന് വലിയ ദൂരമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വഴിയിൽ കൂടിയായിരിക്കാം ഈ ഒരു കാട്ടുപോത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു ടെക്നോ സിറ്റി പ്രദേശത്ത്, അതായത് ജനവാസ മേഖല, വലിയ രീതിയിലുള്ള ജനവാസ മേഖലയിലൊക്കെ തന്നെ ഈ കാട്ടുപോത്ത് എത്തിയത് എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു സംശയം ഫോറസ്റ്റ് അധികൃതർ പ്രകടിപ്പിക്കുന്നത്.